അത്യന്തം വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് എറണാകുളം ജില്ലയിലെ നഗരസഭകൾ ഇക്കുറി വേദിയാകുന്നത്. പുതുതായി രൂപീകരിക്കപ്പെട്ട പിറവം, കൂത്താട്ടുകുളം എന്നിവ ഉൾപ്പെടെ 13 മുനിസിപ്പാലിറ്റികളാണ് ജില്ലയിലുള്ളത്. മൂവാറ്റുപുഴയും അങ്കമാലിയും ഒഴികെ 9ഇടത്തും UDF ഭരണമാണ്. പുതുതായി നഗരസഭയായി മാറിയ പിറവത്തും കൂത്താട്ടുകുളത്തും പഞ്ചായത്ത് ഭരണം UDFനായിരുന്നു. പുനർവിഭജനത്തിൽ കൂത്താട്ടുകുളവും പിറവവും മാറ്റങ്ങളില്ലാതെ നഗരസഭയായി മാറി. 17 വാർഡുകളുള്ള പിറവത്ത് 10ഉം 14 വാർഡുകളുള്ള കൂത്താട്ടുകുളത്ത് 10ഉം വാർഡുകളുമായി UDF അധികാരത്തിലെത്തി. പുതിയ നഗരസഭകളിൽ ഉൾപ്പെടെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വിലയിരുത്തലാണ് LDF. അതുകൊണ്ട് തന്നെ ജില്ലയിൽ നഗരസഭകളുടെ കാര്യത്തിൽ ഇടത് കേന്ദ്രങ്ങൾ വലിയ പ്രതീക്ഷയിലുമാണ്. അവിടെ ഒന്നും കാര്യക്ഷമമായ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ പുതുതായി രൂപീകരിച്ച കൂത്താട്ടുകുളം, പിറവം ഉൾപ്പെടെ ജില്ലയിലെ ഭൂരിപക്ഷത്തിലധികം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും LDFന് വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് വലത് ക്യാമ്പ്. വെറുതെ 1-2 സമരങ്ങൾ നടന്നു എന്നൊഴിച്ചാൽ കാര്യമാത്ര പ്രസക്തമായ എതിർപ്പുകളൊന്നും തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നഗരസഭകൾക്ക് കിട്ടിയ പ്രവർത്തന അംഗീകാരം കൂടി ആയിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. ഗ്രൂപ്പ് വഴക്ക് ചില നഗരസഭകളിൽ UDFന് തലവേദന സൃഷ്ടിച്ച ഘടകമാണ്. ഇതിനെ തുടർന്ന് അങ്കമാലിയിൽ ഭരണം നഷ്ടമാവുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിലും അസ്വാരസ്യങ്ങൾ ഉയർന്നത് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. എന്നാൽ കാര്യങ്ങൾ ഇക്കുറി മാറിമറിയുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്.